സ്വർഗീയ നല്ല പിതാവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. കർത്താവ്, അങ്ങിൽ നിന്ന് പുറപ്പെടുന്ന ദൈവ സാന്നിധ്യം, ദൈവശക്തി കർത്താവെ അനുഭവിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കുന്നോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവമേ, ഇന്ന് ഞങ്ങൾ സകല കുടുംബങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ പിതാവിനെയും ഓരോ മാതാവിനെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ ഭർത്താവിനെയും ഓരോ ഭാര്യയെയും അനുഗ്രഹിക്കുന്നു. ഓരോ മകനെയും മകളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മരുമകനായ മരുമകൾക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൊച്ചുമകനെ കൊച്ചുമകളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഓരോ കുടുംബത്തെ അങ്ങ് അറിയുന്നതിനായി, അങ്ങ് സ്നേഹിക്കുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ആ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുമ്പോൾ സകല മേഖലകളിലും ദൈവമേ അങ്ങയുടെ കൃപയും നിറവും കർത്താവ് ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സകല കുടുംബങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവെ, നല്ല ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, പ്രഭാതത്തിൽ ഓരോ വ്യക്തിക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഓരോ കുടുംബത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ രാത്രിയിൽ ഉറങ്ങുവാൻ കഴിയാതെയായിരുന്നവരുണ്ട്. കർത്താവ്, ഇപ്പോൾ രോഗികളായി ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവ്, വിവിധ വിഷയങ്ങളെക്കുറിച്ച് ഓർത്ത് കർത്താവ് എന്ത് ചെയ്യണമെന്നറിയാതെ ആകുലതയിലായിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ലെന്ന്. കർത്താവ്, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയെയും ഞങ്ങൾ കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും കർത്താവെ അവർ ബലം പ്രാപിക്കണം. കർത്താവെ, അവർക്ക് ശക്തി ഉണ്ടാകണം. കർത്താവെ, സമാധാനം ഉണ്ടാകണം, സമൃദ്ധി ഉണ്ടാകണം. ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഒന്നുകൊണ്ട് അവർ അധൈര്യപ്പെട്ടു പോകാൻ കർത്താവ് ഇവിടുന്ന് അനുവദിക്കരുത്. കർത്താവ്, ഓരോരുത്തരെയും കരം പിടിച്ച് നടത്തണം. കർത്താവ്, അവർ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവർ വിജയിച്ച് മുന്നേറുന്നവരായി തീരുവാൻ കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയനാം പിതാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ സ്ത്രീ സമൂഹത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്ത്രീ സമൂഹം ബലഹീനമെങ്കിലും സ്വർഗത്തിലെ ദൈവം ഇതുവരെയും കാത്തു സൂക്ഷിച്ച ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ബലഹീനരുണ്ട്, അശരണരെ, ദുഃഖിതരെ, ക്ഷീണിതരെ, ബലഹീനരെ, കർത്താവെ, അനാഥരെ, വിധവമാരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവമേ, തീരാ വ്യാധികളാൽ കിടക്കമേലായിപ്പോയവർ, മാനസിക സംഘർഷം നിമിത്തം ഭവനങ്ങളിൽ അടയ്ക്കപ്പെട്ടവർ, കർത്താവെ, ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർ, കർത്താവെ, ഇന്ന് പകൽ സമയം അവിടുത്തെ അടിപ്പിണരുകളാലുള്ള സൗഖ്യത്തെ അവരിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കരുതലും സംരക്ഷണയും ഓരോ വ്യക്തികൾക്കും ലഭിക്കേണ്ടതിനായി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിവിധ ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്നവരുടെ യാത്രകൾ ക്ഷേമമാകട്ടെ, അനർത്ഥം കൂടാതെ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇൻ്റർവ്യൂവിനും ടെസ്റ്റിനും എക്സാമിനുമായി പോകുന്ന ഓരോ വ്യക്തികൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, മികവിൻ്റെ ആത്മാവിനാൽ അവരെ നിറയ്ക്കണം, എല്ലാം നന്നായി ചെയ്യുവാൻ ദൈവിക പരിജ്ഞാനം കൊണ്ട് അവരെ നിറയ്ക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന, വിവിധ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ ടെൻഷനും മാറ്റി സമാധാനത്തോടെ ചിന്തിച്ച് പ്രവർത്തിപ്പാനുള്ള കൃപ അവർക്ക് കൊടുത്താട്ടെ. ആലോചനയിൽ ഭയങ്കരനും പ്രവൃത്തി ശക്തനുമായ ദൈവത്തിൻ്റെ കരുതൽ ഓരോ വ്യക്തികളും അനുഭവിക്കാൻ ഇടയാകേണ്ടതിനായി ഞങ്ങളവരെ അനുഗ്രഹിക്കുമ്പോൾ, കർത്താവായ യേശുവേ, ഞങ്ങളിൽ വസിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുവാൻ ഇടയാക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. Lord Jesus, we pray this morning for each of our brothers and sisters. We pray for each of our family units, O Lord God. Lord, we pray and we bless them on this day, O Lord God. Bless the food and water of our homes today, O Lord God. Lord, we pray for every needs and every wants that we have, O Lord God. Lord, we place them at your feet, Lord Jesus. Almighty God, we just pray for our sons and daughters, O Lord God. Lord, we pray that you shall bless them in abundance, O Lord God. Provide all their needs, O Lord God Jesus. Lord, we pray for the ones going for schools, colleges, universities on this day. We just pray for them, Lord God. We pray and we bless them in the studies, O Lord God Jesus. Pray and we bless the teachers who's been teaching them. Pray and we bless the teachers' families, O Lord God. We pray for our grandchildren, O Lord, for them to be in good health, O Lord God. Bless them in their academics, O Lord God Jesus. Almighty Father in heaven, we pray for our elderly parents. Lord, we pray and we bless each one of them. Lord, as they've been a blessing to us, O Lord God, we pray that you shall heal them, Lord, for all type of illnesses in the body, O Lord God. Every type of Alzheimer's, Lord, dementia, Lord God. Every fatigue in their bodies, Lord God, you pray that you shall heal them. Almighty Father, heaven, we pray for this day, Lord, for people going for interviews, Lord. Lord Jesus, we pray for new doors, new ventures to open up for each one of them. We pray for ones applying for visas, Lord. We pray for green cards and PRs to come through, O Lord God. Protect each and every one who's abroad, O Lord. All this we ask your holy name. Amen. കർത്താവേ, വർഷങ്ങളുടെ വിവാഹം നടക്കാതെ വിഷമിക്കുന്നവരുടെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട വിവാഹം നടക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാതെ വിഷമിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട മക്കളെ കർത്താവേ, ഓരോ കുടുംബത്തിനും ലഭിക്കട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ തകർച്ചകളിലൂടെ പോകുന്നവരുണ്ട്, സമാധാനമില്ലാത്തവരുണ്ട്, സന്തോഷമില്ലാത്തവരുണ്ട്, കുടുംബ കോടതികളിൽ കേസുകൾ നടക്കുന്നവരുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങളവരെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സമാധാനത്തെ ഓരോ കുടുംബത്തിലേക്കും ഇപ്പോൾ ഞങ്ങൾ കൊണ്ടുവരുമ്പോൾ, ഭർത്താവ്
ഭർത്താവിനായി, ഭാര്യയ്ക്കായി, മകനായി, മകൾക്കായി, പിതാവിനായി, മാതാവിനായി, കൊച്ചുമക്കൾക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് നൽകുന്ന സന്തോഷവും സമാധാനവും വിടുതലും സൗഖ്യവും ദൈവശക്തിയും അവർ ഓരോരുത്തരും അനുഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരു കാര്യം മാത്രം ആഗ്രഹിക്കുന്നു, അതു തന്നെ നിത്യവും കാക്ഷിക്കുന്നു. ഒരു കാര്യം മാത്രം ആഗ്രഹിക്കുന്നു, അതു തന്നെ നിത്യവും കാക്ഷിക്കുന്നു. നിൻ മനോഹരത്വം കാൺമാൻ, നിന്നാലയത്തിൽ വസിപ്പാൻ, നിൻ മുഖശോഭ കാൺമാൻ യേശുവേ. നിൻ മനോഹരത്വം കാൺമാൻ, നിന്നാലയത്തിൽ വസിപ്പാൻ, നിൻ മുഖശോഭ കാൺമാൻ യേശുവേ. യേശുവേ, യേശുവേ, യേശുവേ. ഓ യേശുവേ. ഓ സൂര്യനിലും തേജസ്സായോനേ, മലകളിലും ഉയരമായോനേ, തേനിലും മധുരമായോനേ, സമുദ്രത്തിലും ആഴമായോനേ. യേശുവേ, 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 യേശുവേ. കണ്ണുകൾ കഴകായോനേ, കാതുകൾ കിംബമായോനേ, ഹൃദയത്തിൻ ഗീതമായോനേ, ആത്മാവിൻ അനുഭവമേ, ആത്മാവിൻ അനുഭവമേ. യേശുവേ, 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 യേശുവേ. ജി സാർ, നാം ലോകത്തിന്റെ ഏത് രാജ്യത്താണ് നാം പാർക്കുന്നതെങ്കിലും നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിപ്പാനും ഒന്നിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഒക്കെ ദൈവം തന്ന സൗകര്യമായി പ്രയിങ്കല ഇന്ന് 4090 ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക. പ്രയിങ്കലിൽ നാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു, നമ്മൾ കുടുംബമായി ചേർന്ന് മറ്റുള്ളവരോടുകൂടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന കർത്താവ് നമ്മുടെ ഓരോരുത്തരെയും വിഷയത്തിൽ മറുപടി നൽകി തരുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ 2 പേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുക, അത് ഏത് വിഷയമാണെങ്കിലും എൻ്റെ പിതാവിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകി തരും. പ്രയിങ്കല സ്ക്രീനിൽ കാണുന്ന നമ്മൾ 2-3 പേര് മാത്രമല്ല, ലോകം മുഴുവനുള്ള പ്രയിങ്കല കുടുംബാംഗങ്ങൾ എല്ലാവരും ഐക്യമത്യപ്പെട്ട് ഓരോ വിഷയത്തിനുവേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ആ വിഷയത്തിന് മറുപടി നൽകി തരുന്നു. അതേ സിനിമ ബ്രദറെ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പ്രവർത്തിക്കുന്ന മറുപടികൾ, ഇത് പരിചയത്തിലുള്ളൊരു വ്യക്തി, ആ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി നാളുകളായിട്ട് മാറി താമസിക്കുകയായിരുന്നു. ആര് ശ്രമിച്ചിട്ടും അവർക്ക് ഒന്നിക്കാൻ കഴിയാത്ത രീതിയിൽ അങ്ങനെ പ്രയാസപ്പെടുന്ന സമയത്താണ് ഇവർ പ്രേം കേരള ഈ പ്രാർത്ഥന ഇവർക്ക് കിട്ടിയത്.
ആ പ്രേയിങ് കേരളയിൽ പ്രാർത്ഥനയിൽ ചേർന്ന് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി ഈ കുടുംബം ഇന്ന് അവർ സന്തോഷത്തോടെ ഒരുമിച്ച് താമസിക്കുന്നു. കർത്താവ് എത്ര വലിയ എത്ര നല്ലവൻ. നമ്മൾ പ്രേംകേലിൽ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന്, ആകാശത്തിന് കീഴിലുള്ള സകല രാജ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കാറുണ്ട്. 2, ആകാശത്തിന് കീഴിലുള്ള സകല കുടുംബങ്ങൾക്ക് വേണ്ടിയും നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കും. 3, ആകാശത്തിന് കീഴിലുള്ള സകല പുത്രിപുത്രന്മാർക്ക് വേണ്ടി ചേർന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പോൾ ഓരോ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ ആ കുടുംബം തകർച്ചയിലൂടെ ആയിരിക്കാൻ പോകുന്നത്, പ്രശ്നത്തിലൂടെ ആയിരിക്കാൻ പോകുന്നത്. ആരൊക്കെ ശ്രമിച്ചിട്ട്, ഇപ്പോൾ സാർ പറഞ്ഞില്ല, ആരൊക്കെ ശ്രമിച്ചിട്ട് ചിലപ്പോൾ ഒന്നിക്കാൻ പറ്റാത്ത വിഷയങ്ങളിലൂടെ ആയിരിക്കാൻ പോകുന്നത്. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന കർത്താവ് ഓരോ കുടുംബത്തെയും സഹായിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ഈ കുടുംബം കടന്നു പോയത് വലിയൊരു ജപ്തിയുടെ വക്കിലൂടെ. ഇവരുടെ എടുത്ത പണം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത് അവർക്ക് സമയത്ത് അടയ്ക്കുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ എടുത്തതിനേക്കാളും വലിയ തുക അവർക്ക് അവസാനം അടയ്ക്കേണ്ടതായിട്ട് വന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ അവസാനം അവരുടെ വസ്തുവൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സ്റ്റേജിൽ അവർ എത്തി നിൽക്കുക. വളരെയധികം ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് അവർക്ക് വിഷമിച്ചിരിക്കുമ്പോൾ പ്രേയിങ് കേരള എന്ന പ്രാർത്ഥന അവർക്ക് ടി വിയിലൂടെ അത് ലഭ്യമാകുന്ന വിവരം അറിവ് കിട്ടിയത്. അങ്ങനെ പ്രേയിങ് കേരളയിൽ ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മളെ ഇവിടെ അറിയിച്ചു. മാത്രമല്ല ഇവർ ആ ബാങ്കിൻ്റെ ആ ഡോക്യുമെൻസുകളൊക്കെ എടുത്തു വെച്ച് എല്ലാ ദിവസവും പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ യേശുവിൽ അവർ അർപ്പിച്ച് അവരുടെ വിശ്വാസത്തിൻ്റെ അടയാളമായി ആ ഡോക്യുമെൻസുകൾ എടുത്തു വെച്ച് അതിന്മേൽ കരങ്ങൾ വെച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാത്രമല്ല എണ്ണയും വെള്ളമൊക്കെ പ്രാർത്ഥിച്ചിട്ട് അവരുടെ ആ താമസിക്കുന്ന വസ്തുവിന് അവിടെയൊക്കെ തളിച്ചിട്ട് പ്രാർത്ഥിക്കും. കർത്താവായ യേശുവേ, അങ്ങ് ഞങ്ങളിലും ഞങ്ങളുടെ ഈ ഭവനത്തിലും ഞങ്ങളുടെ ഈ വസ്തുവിലൊക്കെ വസിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കണം. വലിയൊരു തുക അടയ്ക്കേണ്ട സ്റ്റേജിൽ എത്തി നിൽക്കുമ്പോഴാണ് ചേർന്ന് പ്രാർത്ഥിച്ചത്. സാറേ, അവർക്ക് പ്രേയിങ് കേരളയിൽ ചേർന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ബാങ്കിലേക്ക് അവരെ വിളിപ്പിച്ചു. അപ്പോൾ അതിനകത്തൊരു അവർക്ക് അടയ്ക്കാൻ പറ്റുന്ന ഒരു തുക അത് സമ്മതിച്ച് അവസാനം അതിനൊരു സാവകാശവും ലഭിച്ചു. അങ്ങനെ ആ പണം മുഴുവൻ ബാങ്കിൽ അടയ്ക്കുവാനും അവരുടെ ആധാരം തിരിച്ചെടുക്കുവാനും കർത്താവ് ആ പ്രിയപ്പെട്ടവരെ സഹായിച്ചു. പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന കർത്താവിന് ആ കുടുംബവും നന്ദി അറിയിക്കുന്നു. സിനി ബ്രദറെ, നമ്മൾ കർത്താവിൽ ആശ്രയിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്നത് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക. ദൈവത്തിന് അസാധ്യമായിട്ട് ഒരു കാര്യമില്ല. അപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ വ്യക്തി ചെയ്തത് കിണറ്റിലെ വെള്ളത്തിന് കറുത്ത നിറം, ചീത്ത സ്മെല്ലായിരുന്നു. എന്നാൽ ഈ വിഷയം യേശു കർത്താവിൽ അറിയിച്ചു. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്ന സമയത്ത് എണ്ണയും വെള്ളമൊക്കെ എടുത്തു വെച്ച് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ആ പ്രാർത്ഥിച്ച ആ വെള്ളം ആ കിണറ്റിലൊഴിച്ചു. എന്നൊഴിച്ചോ അന്ന് മുതൽ ആ കിണറ്റിലെ വെള്ളത്തിൻ്റെ അവസ്ഥകളൊക്കെ അത് മാറിയിട്ട്, ആ ചീത്ത സ്വഭാവമൊക്കെ മാറിയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ നല്ല വെള്ളമായി. കർത്താവ് പ്രവർത്തിക്കുന്ന എത്ര അതിശയകരമായിട്ട്. ആമേൻ. നമുക്ക് ഇന്ന് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പ്രേയിങ് കേരള തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ എവിടുന്ന് ഒരു കുടുംബം അറിയിച്ചൊരു കാര്യം ഇങ്ങനെ. അപ്പോൾ അവരുടെ വീട്ടിൽ ആഹാരം രാവിലെ ഉണ്ടാക്കും. പക്ഷെ ഉച്ചയാകുമ്പോൾ അത് കഴിക്കാൻ മേലാത്ത സ്ഥിതിയിലേക്ക് അതങ്ങ് അളിഞ്ഞു പോകും. ഭയങ്കരമായ അഴുക്ക് സ്മെല്ല്. അത് കഴിച്ചു കഴിഞ്ഞാൽ വയറിന് അസുഖവും. ഇങ്ങനെ എല്ലാ ദിവസവും രാവിലെ ആഹാരം ഉണ്ടാക്കും, ഉച്ചയാകുമ്പോൾ അത് കളയേണ്ട ഒരു സ്റ്റേജിലേക്ക് ഇങ്ങനെ വരും. എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പ്രേയിങ് കേരളയിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന് ഉറപ്പ് വന്ന് അവർ കർത്താവിനോട് പറഞ്ഞു, യേശുവേ, അങ്ങ് ഞങ്ങളിൽ വസിക്കണം, ഞങ്ങളുടെ ഈ ഭവനത്തിൽ വസിക്കണം, ഞങ്ങളെ അനുഗ്രഹിക്കണം. അവർ പ്രാർത്ഥിച്ചു വെള്ളമൊക്കെ എടുത്ത് കുടിക്കുകയും ആ വീട്ടിൽ തളിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം മുതൽ അവർ ഉണ്ടാക്കുന്ന ഒരു ആഹാരവും അത് കേടായി പോകുന്നില്ല, നശിച്ചു പോകുന്നില്ല. അവർക്കത് ആഹാരം കഴിക്കുന്നു, അവർക്കും യാതൊരു ദോഷവും സംഭവിക്കുന്നില്ല. കർത്താവ് ആ സ്ഥിതിക്ക് മാറ്റം നൽകി കൊടുത്തു. ഇന്ന് നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കണം. ചില പ്രിയപ്പെട്ടവർ കടന്നു പോകുന്ന പ്രയാസങ്ങൾ ചിലപ്പം പുറത്ത് പറയാൻ കഴിയാത്തതായിരിക്കും, ചിലപ്പം കുടുംബത്തിലെ പ്രശ്നങ്ങളായിരിക്കാം. പക്ഷേ നമ്മളെ അറിയുന്ന ഒരു ദൈവമുണ്ട്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട്. ഇത് നോക്കിയാൽ വീടിൻ്റെ പണി തുടങ്ങിയിട്ട് അത് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. 15 വർഷങ്ങൾക്ക് മുൻപ് വീടിൻ്റെ പണി തുടങ്ങിയതാണ്. ഇതുവരെയും അത് പൂർത്തീകരിച്ചില്ല. അതിനകത്ത് കയറി താമസിപ്പാനും സാധിക്കുന്നില്ല. സാമ്പത്തികം എങ്ങനെയൊക്കെ ഉണ്ടാക്കി വരും, അത് വേറൊരു വഴിയിലൂടെ പോകും. ഇങ്ങനെ വളരെ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് കൂട്ടുകാർ പറഞ്ഞാണ് പ്രേയിങ് കേരളയെ കുറിച്ച് അറിയുന്നത്. അങ്ങനെ പ്രേയിങ് കേരളയിൽ ചേർന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനാ വിഷയം പ്രേയിങ് കേരളയിൽ അറിയിച്ചു. ചേർന്ന് പ്രാർത്ഥിച്ചു. 2 ആഴ്ചയ്ക്കുള്ളിൽ ആ വീടിൻ്റെ പണി പൂർത്തീകരിക്കാൻ വേണ്ടി ദൈവം വഴി തുറന്നു കൊടുത്തു. ആ ഭവനം പണി പൂർത്തീകരിച്ചു. കർത്താവ് പ്രാർത്ഥിച്ച എല്ലാവരോടും ഉള്ള നന്ദിയും ആ കുടുംബം അറിയിക്കുന്നു. ഇന്ന് സാറേ, നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കണം. ഇതുപോലെ പ്രയാസങ്ങളിൽ കടന്നു പോകുന്ന ഇങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് ഈ പ്രാർത്ഥന അനുഗ്രഹമാകുവാൻ പല പ്രിയപ്പെട്ടവരും നമ്മളുടെ കൂടെ നിൽക്കുന്നത് കൊണ്ട്, നമ്മളെ സാമ്പത്തികമായി ഈ പ്രാർത്ഥനയുടെ ചെലവിലേക്ക് തരുന്നത് കൊണ്ടും ഒക്കെയാണ് ഈ പ്രാർത്ഥന നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ സാധിക്കും. ഇന്ന് ആ കുടുംബങ്ങൾക്ക് വേണ്ടിയും നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കണം. പല പ്രിയപ്പെട്ടവരും പ്രേയിങ് കേരള മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കേണ്ട അക്കൗണ്ട് നമ്പരും ഒക്കെ നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. നമുക്കത് സ്ക്രീനിൽ നൽകി കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അവർക്ക് വാട്സപ്പിൽ അത് അയച്ചു കൊടുക്കുവാനൊക്കെ സാധിക്കും. ഇന്ന് നമ്മൾ സകല കുടുംബങ്ങൾക്ക് വേണ്ടിയും ചേർന്ന് പ്രാർത്ഥിക്കും. കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർ, മറ്റ് പ്രയാസങ്ങളിലെ കടന്നു പോകുന്നവർ
എല്ലാ വിഷയത്തിലും കർത്താവ് മറുപടി നൽകേണ്ടതിനായി ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ഓരോ കുടുംബത്തെയും അങ്ങയുടെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് ആ കുടുംബം നേരിടുന്ന വെല്ലുവിളികൾ, കർത്താവ് അവർക്ക് പരിഹരിക്കാനാവാത്ത പല പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴും കർത്താവ് കുടുംബമായിട്ടും കർത്താവ് ഒറ്റയ്ക്കൊറ്റയ്ക്കും ഇന്ന് എൻ്റെ അവസാന ദിവസമാണ്, ഇനി ജീവിക്കേണ്ടെന്നൊക്കെ കരുതിയിരിക്കുന്ന ഓരോ കുടുംബങ്ങൾക്കും വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങേക്ക് അസാധ്യമായിട്ട് ഒരു കാര്യവുമില്ല. കർത്താവെ, ഞങ്ങൾ പറയുന്നതിലുപരിയായിട്ട് കർത്താവ് ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബവും നേരിടുന്ന അവരുടെ സകല പ്രതിസന്ധികളിൽ നിന്നും കർത്താവ് സകല പ്രയാസങ്ങളിൽ നിന്നും കർത്താവെ അവരെ അവിടുന്ന് കരം പിടിച്ച് നടത്തണം. കർത്താവെ, അവസാന വാക്ക് ആ ഡോക്ടറുടേതല്ല, കർത്താവെ ആ ബാങ്കിൻ്റെതല്ല, ഇല്ലെങ്കിൽ കർത്താവെ കടക്കാരുടേതല്ല, അവസാന വാക്ക് യേശുവിൻ്റെതാകിയാൽ കർത്താവെ അവിടുന്ന് പ്രവർത്തിക്കുന്നതിനായി അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തി ആ കുടുംബം നേരിടുന്ന ഏത് വെല്ലുവിളികൾ ഏത് പ്രതിസന്ധികളായിരുന്നാലും കർത്താവെ ഇന്ന് അവരുടെ ജീവിതത്തിൽ കർത്താവെ മറുപടി ഉണ്ടാകണം. കർത്താവെ, അവർ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ, കർത്താവെ അവർ നേരിടുന്ന വിഷയങ്ങളിൽ കർത്താവെ അതിശയകരമായി പ്രവർത്തിക്കുന്നതിന് അവിടുന്ന് കർത്താവെ അങ്ങ് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു, കർത്താവെ ആ കുടുംബത്തിൽ കർത്താവെ അങ്ങ് എന്തെല്ലാം ആയിരിക്കുന്നുവോ ഇന്ന് അവരുടെ ജീവിതത്തിൽ അതെല്ലാം നിവർത്തീകരിക്കപ്പെടുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബത്തിലും സ്വസ്ഥതയുണ്ടാകണം, സമാധാനം ഉണ്ടാകണം, ആരോഗ്യം ഉണ്ടാകണം, അഭിവൃദ്ധി ഉണ്ടാകണം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇപ്പോൾ തന്നെ കർത്താവ് ഈ പ്രാർത്ഥന മറ്റുള്ളവരിൽ എത്തിക്കുവാൻ വേണ്ടി കർത്താവെ തങ്ങളാലാവുന്ന വിധം സഹായിക്കുന്ന ഓരോ കുടുംബത്തിനും ഓരോ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർക്ക് നിറവുണ്ടാകട്ടെ. പ്രത്യേകിച്ച് സാമ്പത്തികമായിരിക്കുന്ന വെല്ലുവിളികൾ നേരിടുന്ന ഓരോ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളെയും അവിടെ സൗഖ്യമാക്കണം, അവരുടെ കടങ്ങൾ മാറട്ടെ. കർത്താവെ, എല്ലാ ദാരിദ്ര്യങ്ങളും മാറട്ടെ. കർത്താവെ, അവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകണം. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവെ, ഒരു ഭവനത്തെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സമാധാനമില്ലാതെ വിഷമിക്കുന്ന ആ കുടുംബങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക സമാധാനത്തെ ഞങ്ങൾ ആ കുടുംബത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ അനുഗ്രഹിക്കുന്നു. അപ്പോൾ തന്നെ ദൈവമേ, ഭവനങ്ങളിൽ മാറി മാറി രോഗം വരുന്ന പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവ്, അതുമൂലം വളരെയധികം പ്രയാസം അനുഭവിക്കുന്നു. ദൈവമേ, അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വീട്ടിൽ നിന്ന് ആ രോഗം മാറട്ടെ. ദൈവിക സൗഖ്യം ആ ഭവനത്തിലുള്ള ഓരോരുത്തരും അനുഭവിക്കേണ്ടതിനായി ഞങ്ങളിപ്പോൾ അവരെ അനുഗ്രഹിച്ച് ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ യേശുവെ, ഞങ്ങൾ പ്രായമായിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവിക സൗഖ്യം, ആരോഗ്യം, ബലവും അവർക്ക് നൽകി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിലുള്ള സൗഖ്യത്തെ ഞങ്ങൾ അവരിലേക്ക് കൊണ്ടുവരും. നല്ല ആരോഗ്യം, ബലവും അവർക്ക് നൽകി കൊടുക്കണമെന്നും ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ്. കിടപ്പിലായിരിക്കുന്ന രോഗികളുണ്ട്, അവർ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ദൈവിക ബലം അവർക്ക് ഉണ്ടാകട്ടെ. മറ്റ് രോഗത്താൽ വിഷമിക്കുന്ന പ്രിയപ്പെട്ടവർ ഇപ്പോൾ തന്നെ സൗഖ്യമാകേണ്ടതിനായി അവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവെ, കുടുംബങ്ങളിൽ സ്വസ്ഥത കൊടുക്കാത്ത ഭർത്താക്കന്മാർ, കുഞ്ഞുങ്ങൾ, ഭാര്യമാർ ഉള്ളവരുണ്ട്. കർത്താവെ, യേശുവിൻ നാമത്തിൽ ഇന്ന് കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകേണ്ടതിനായി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമകളായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. കർത്താവെ, ഒരു മനംതിരിവ് അവർക്കുണ്ടാകേണ്ടതിനായി ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്താൽ അവർ അനുഗ്രഹീതരായിരിക്കാൻ ഇടയാകേണ്ടതിനായി ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. സ്വർഗത്തിലെ ദൈവമേ, വിവിധ ആവശ്യങ്ങൾക്കായി അവർ ഓടിപ്പോകുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരുതൽ അവർ കാണുവാനിടയാകട്ടെ. ഭയപ്പെടാതെ മുന്നോട്ട് പോകുവാൻ ഓരോ കുടുംബത്തെയോട് സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് കൊടുത്തു തീർക്കേണ്ട പണത്തെ ഓർത്ത് വ്യാകുലപ്പെടുന്ന കുടുംബങ്ങളുണ്ട്. കർത്താവെ, തക്ക സമയത്ത് അവർക്ക് വേണ്ടതെല്ലാം ഒരുക്കി കൊടുക്കുന്ന ദൈവത്തിൻ്റെ വലിയ കരുതൽ ഇപ്പോഴുണ്ടാകുവാൻ ഞങ്ങൾ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കരുതലും സംരക്ഷണയും നൽകി ഓരോ കുടുംബത്തെയും അനുഗ്രഹിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. Lord Jesus, we pray this morning for each of our brothers and sisters, oh Lord God. We pray for every homes, oh Lord God. We pray for your peace in the home, Lord, and outside the home, Lord. We pray for our neighbors, Lord Jesus. Lord, we pray and we bless them, Lord Jesus. Lord, we pray for sons and daughters who are going for different exams on this day. We pray and we bless each one of them, oh Lord. We pray for excellent scores, Lord God. We pray for the teachers who has taught them, Lord. Lord Jesus, we just pray for ones going for job interviews on this day. Lord, we pray and we bless them, Lord. Lord, we pray for new jobs will come forth, Lord God, with good salary packages, Lord. Lord, we pray for the ones whose salaries has been delayed for a while, Lord God. Sales commissions, master promotions, oh Lord God. Lord, we just pray, Lord Jesus, you shall open new doors and new ventures for each one of them. Today will be an appointed day for each one of them, oh Lord God. Lord, we just pray for people who are suffering different illnesses in the body, Lord God, from different addictions issues, oh Lord God. Lord, I pray, Lord Jesus, they shall have freedom from all of them, Lord Jesus. All this we ask your holy name. Pray, amen.
190 ദിവസങ്ങളിൽ പ്രേം കേരളയിൽ ആമേൻ. നമുക്ക് ആശ്രയിപ്പാൻ ദൈവബ്രദറെ എപ്പോഴും എന്നും യേശു നമുക്ക് നല്ല സഖിയായി കൂടെ ഉള്ളതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. 27-ാം സങ്കീർത്തനം 5-ാമത്തെ തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നത്, അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. Psalm number 27 verse number 5 says, for in the time of trouble he shall hide me in his pavilion, in the secret place of his tabernacle he shall hide me, he shall set me high upon Amen. a rock. ഈ യേശു എത്ര നല്ലവൻ, എത്ര മതിയായവൻ. തീർച്ചയായിട്ടും സാന്ദ്ര, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബത്തിനും അത് തന്നെയാണ് പറയാനുള്ളത്. ആശ നഷ്ടപ്പെട്ട സ്ഥാനത്ത്, പ്രതീക്ഷ നഷ്ടപ്പെട്ട സ്ഥാനത്തായിരിക്കും പ്രേം കേരളയിൽ ആദ്യമായിട്ട് അവർ പങ്കെടുക്കുന്നത്. ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന യേശു അതവരുടെ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു. നീണ്ട 25 വർഷമായിട്ട് സ്വന്തമായിട്ട് ഒരു വീടില്ലാതെ വിഷമിക്കുന്ന സമയത്തായിരുന്നു എറണാകുളത്ത് നിന്നും ഈ സഹോദരി നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചത്. പ്രാർത്ഥനയുടെ ഫലമായിട്ട് 1 രൂപ പോലും കയ്യിലില്ലായിരുന്ന അവർക്ക് 3-ാമത്തെ ദിവസം തന്നെ വീടിനുള്ള അഡ്വാൻസ് കൊടുക്കുവാൻ കർത്താവ് ആ കുടുംബത്തെ അനുഗ്രഹിച്ചു. പ്രാർത്ഥിച്ചവർക്കുള്ള നന്ദി നമ്മളെ അറിയിച്ചിരിക്കുന്നു. ഇത് 16 വർഷം വിവാഹ ജീവിതത്തിൽ മക്കളില്ലാത്ത വിവരം അറിയിക്കുന്നത് പിതാവ് മിസ്റ്റർ ബേബിയാണ്. ട്രിവാൻഡ്രത്തുനിന്ന് അറിയിക്കുന്നത്. അവർ ചെയ്തത് എല്ലാ ചികിത്സകളും പരാജയപ്പെട്ടപ്പോൾ അതെ. യേശുവിൽ ആശ്രയിച്ചാൽ പ്രവർത്തിക്കുന്നൊരു ദൈവം യേശുവിലുണ്ട് എന്ന് അവരോട് ആരോ പറഞ്ഞു കൊടുത്തു. പ്രേം കേരള പരിചയപ്പെടുത്തി. പകലും രാത്രിയിലും ഒക്കെ യൂട്യൂബിലൂടെ പ്രാർത്ഥന 5000-ലധികം മണിക്കൂർ പ്രാർത്ഥനകൾ നമുക്ക് ലഭ്യമാണ്. അത് ആവർത്തിച്ച് അവർ കേട്ടു പ്രാർത്ഥിക്കാൻ തുടങ്ങി. നെയ്യാറ്റിൻകര കുടുംബയോഗം നടക്കുമ്പോൾ അവിടെയും വന്ന് ചേർന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് അദ്ദേഹത്തിൻ്റെ മരുമകളുടെ ഡെലിവറി ഡേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന യേശു എത്ര നല്ലവൻ. മിസ്റ്റർ ബേബി അത് ഡെലിവറി കഴിഞ്ഞ ഉടൻ തന്നെ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചറിയിക്കണം. ഈ പേപ്പർ ഇവിടെ ഉണ്ട്. ഇന്നലെ വിളിച്ചു പറഞ്ഞ വിവരം അതിൻ്റെ മറുപടിയും നമുക്കിതിൻ്റെ കൂടെ തന്നെ ചേർത്ത് വെക്കണം. ഈ യേശു എത്ര നല്ലവൻ. വാതിലുകൾ, സഹായങ്ങൾ, എന്നാ പറയുന്നത്, നമുക്ക് സൗകര്യങ്ങൾ, സാധ്യതകൾ എല്ലാം അറ്റുപോയാലും കൈകെട്ടി നിൽക്കാതെ നമ്മെ ഓരോരുത്തരെയും സഹായിക്കേണ്ടിടത്ത് സഹായിക്കുന്ന യേശു എത്ര നല്ലവൻ, എത്ര മതിയായവൻ. Psalm number 27 verse number 5 says, in the time of trouble he shall hide me, he shall hide me in his pavilion. അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ഡൽഹിയിൽ കുടുംബയോഗം നടക്കുമ്പോൾ അവിടെ വന്ന ഒരു മിസ്റ്റർ ജോസ് സിറിയക്ക്, അദ്ദേഹത്തിൻ്റെ പേര് ഇടയ്ക്കിടയ്ക്ക് നമ്മളിവിടെ പറയാറുണ്ട്. പ്രേം കേരളയുടെ പരിചയപ്പെട്ട നാൾ മുതൽ അവിടുന്ന് കിട്ടുന്ന ഡയറി ചേർന്നുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ ഒരു ഷീറ്റ് പേപ്പറിനകത്ത് എഴുതിയിട്ട് ജോലിക്ക് പോകുമ്പോഴും അദ്ദേഹം ഡൽഹിയിൽ ഒരു എക്സ്റേ ടെക്നീഷ്യനായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. പല കാര്യങ്ങൾ സംഭവിച്ചു. വരുമാനം ഒത്തിരി പ്രയാസത്തിലേക്ക് മാറി, കടം വർദ്ധിച്ചു, നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് മാറി. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ആരോ പ്രേം കേരള പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പം ഞാൻ കണ്ടിട്ടുള്ളതാണ്, അദ്ദേഹം ഒരു ചെറിയ തുണ്ട് പേപ്പർ എടുത്തിട്ട് അതിനകത്ത് തൻ്റെ വിവരങ്ങളെല്ലാം എഴുതി പ്രേം കേരളയിൽ നിന്ന് കിട്ടിയ ആ എണ്ണയുമായിട്ടാണ് അദ്ദേഹം ജോലി സ്ഥലത്ത് പോകുന്നത്. എക്സ്റേ ടെക്നീഷ്യൻ എന്നത് 2 പേരുടെ ഇടയിൽ കിട്ടുന്ന ഒരു സമയമുണ്ടല്ലോ, ഒരാൾ മാറി അടുത്ത ആൾ വരുന്നതിനിടയിൽ തിരക്കുള്ളൊരു സ്ഥലത്ത് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ സന്ദർഭത്തിൽ 1 മിനിറ്റിൽ താഴെയുള്ള സമയത്ത് ഒരു തുള്ളി എണ്ണ കയ്യിലെടുത്തതിന് ശേഷം ആ പേപ്പറുകളിലേക്ക് കൈവച്ച് യേശുവേ മറുപടി നൽകണം, ഓരോ വിഷയത്തിനും മറുപടി നൽകണം. ഞാൻ ആ പേപ്പർ എന്നെ കാണിക്കുമ്പോൾ ദീപബ്രദറെ അത് മുഴുവൻ എണ്ണ കൊണ്ട് കുതിർന്നിരിക്കുക. കാരണം പല ദിവസങ്ങളായിട്ട് ഇത് ചെയ്യുക, ഒരു പ്രതീക്ഷയുമില്ല. കർത്താവ് അവരെ അനുഗ്രഹിച്ചു. അതിനുശേഷം നാട്ടിൽ വന്നു, പാസ്പോർട്ടുകളും ഒക്കെ ആയിട്ട് വന്നു. അവർ UK പോകാൻ ദൈവം ഒരു വഴി തുറന്നു കൊടുത്തു. ഇന്നലെ അദ്ദേഹം വിളിക്കുമ്പോൾ പറഞ്ഞ വാചകം ഇങ്ങനെയാണ്: 4 രൂപ എടുക്കാൻ ഇല്ലാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു മിസ്റ്റർ ജോസ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ കുഞ്ഞ്. ജീവിതം വഴിമുട്ടി നിൽക്കുക, എന്തിന് ജീവിക്കണം എന്ന ചോദ്യങ്ങൾ
കടങ്ങൾ നിമിത്തം എങ്ങോട്ടും ഇറങ്ങാൻ പറ്റാത്ത ദുസ്ഥിതി. പക്ഷേ ഇംഗ്ലണ്ടിൽ ഇന്നലെ ഒരു വീടിൻ്റെ താക്കോൽ അവർക്ക് കിട്ടുമ്പോൾ 4 കോടി രൂപയ്ക്ക് മീതെ വിലയുള്ള വലിയൊരു വീടാണ് അവർ ഇന്നലെ വാങ്ങിയത്. ഈ അടുത്ത ദിവസം 27-ാം തീയതി, നാളെ കഴിഞ്ഞ് അതിൽ കയറി താമസത്തും കൂടെ തുടങ്ങുക. പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന യേശു എത്ര നല്ലവൻ, എത്ര മതിയാൻ. പ്രേംകേളയുടെ കുടുംബയോഗം നമ്മൾ വന്നുകൂടി കണ്ടുപോകാനുള്ള ഒരു സൗകര്യമേ അല്ല, കൗൺസിലിങ്ങിനുള്ളൊരു സമയം അല്ല. പ്രേയിങ് കേരളയിലാകട്ടെ കൗൺസിലിംഗ് ഇല്ല. പകരം നമ്മൾ ആ യേശുവിൽ അർപ്പിച്ച വിശ്വാസത്തോടെ ഏത് വ്യക്തിക്ക് വേണ്ടിയാണെങ്കിലും അവിടെ കൂടിയിരിക്കുന്ന സഹോദരങ്ങൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പ്രവർത്തിക്കുന്ന യേശു എത്ര നല്ലവൻ, എത്ര മതിയായവൻ. നാളെ നമുക്ക് 2 സ്ഥലങ്ങളിൽ നമ്മുടെ കുടുംബയോഗങ്ങൾ നടക്കാൻ പോവുക. ദീപവ്രതരെ, ഈ ആഴ്ചയിൽ അവസാനം നമുക്ക് കിട്ടിയ 2 ദിവസങ്ങൾ വേഗം അത് 2 മീറ്റിങ്ങുകളായിട്ട് നമ്മൾ മാറ്റുകയാണ്. ഒരുപാട് ടെലഫോൺ കോളുകൾ അവിടുന്ന് വരുന്നത് കൊണ്ടും കൂടിയാണ് പെട്ടെന്ന് ഇങ്ങനെ ക്രമീകരണങ്ങൾ ചെയ്തത്. ഒന്ന്, പാലക്കാട് ടൗണിലുള്ള IMA ഹാളിൽ വെച്ച് പ്രേയിങ് കേരളയുടെ കുടുംബയോഗം നാളെ 10 മണി മുതൽ 1 മണി വരെ ഉള്ള സമയത്ത് അവിടെ ഉണ്ടാകും. ഞങ്ങളവിടെ താമസിക്കുക, അതുകൊണ്ട് ഓടിപ്പോകണ്ട. 10 മണി അല്ല 11 മണി 12 മണി കഴിഞ്ഞാലും കുഴപ്പമില്ല, സമയം എടുത്ത് വരിക. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കണം. പാലക്കാട് വ്യക്തികൾക്ക് യേശു ചെയ്തു കൊടുക്കുന്ന, പാലക്കാട് ജില്ലയിൽ കർത്താവ് എത്ര കാര്യങ്ങളാണ് ആളുകൾക്ക് ചെയ്തു കൊടുക്കുന്നത്. യേശു എത്ര നല്ലവൻ, യേശു എത്ര മതിയായവൻ. തീർന്നില്ല, നിലമ്പൂരിനെ മറന്നോ എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ കേൾക്കേണ്ടി വന്നു. അവിടെ ഓഡിറ്റോറിയം ലഭ്യമല്ലാതെ നമ്മൾ വിഷമിച്ചിരുന്നു. നമ്മൾ സാധാരണ മീറ്റിംഗ് നടക്കുന്ന വ്യാപാര ഭവനത് പണിയും റെനോവേഷനും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. 27-ാം തീയതി ശനിയാഴ്ച നമ്മുടെ കുടുംബയോഗം നിലമ്പൂർ വ്യാപാര ഭവനിലെ കീർത്തിപ്പടിയിലാണല്ലോ, 10 മണി മുതൽ 1 മണി വരെ ഉണ്ടായിരിക്കും. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കണം. ഞങ്ങൾ നാളെ ഇന്ന് പാലക്കാടേക്ക് ചെല്ലുന്നു. അവിടുന്ന് നിലമ്പൂരെ കുടുംബയോഗം കൂടെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ തിരിച്ചു വരുന്നത്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കണം. ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ആ ആളുകളോട് പരിചയപ്പെടുവാൻ നമുക്ക് അവസരം എടുക്കണം. പക്ഷേ അതിനല്ല പ്രാധാന്യം. യേശുവിൻ്റെ മറുപടി അവിടെ എത്തട്ടെ, ആ കഷ്ടപ്പാട് മാറട്ടെ, ആ ദുരിതം മാറട്ടെ. മാറ്റാൻ യേശു ഉണ്ടല്ലോ, അല്ലേ? സൗജന്യമായിട്ടത് ചെയ്തു തരാൻ യേശു ഉണ്ടല്ലോ. 16 വർഷം ഇവരെ നമ്മൾ ഓർക്കുന്ന പോലുമില്ല. നെയ്യാറ്റിൻകരയിൽ റോഡിന് പുറത്താണ് ആളുകൾ നിൽക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ഈ പ്രിയപ്പെട്ട ഈ മിസ്റ്റർ ബേബിയുടെയോ അവരുടെ ഈ മരുമകളുടെയോ ഈ മക്കളുടെ ഒരു മുഖം പോലും നമുക്ക് ഓർമ്മയില്ല. അതിനല്ല പ്രാധാന്യം അവരുടെ ആ കഷ്ടതയിൽ സഹായമായി ഇറങ്ങി നിൽക്കുന്ന, പാറമേൽ ഉയർത്തുന്ന യേശുവിനെ 1 സെക്കൻഡിൽ താഴെ സമയം കൊണ്ട് അവിടെ എത്തിച്ചു കൊടുക്കുക. നോക്കിയേ, ഇന്ന് ആ കുടുംബത്തിൽ ഒരു കുഞ്ഞ് വരികയാണ്. യേശു എത്ര നല്ല. വി റിജോയ്സ് അറ്റ് ദ ന്യൂ അറൈവൽ ഓഫ് ദ ബേബി ഇൻ ദാറ്റ് ഫാമിലി വിത്ത് യു ബിലവഡ്. എത്ര സന്തോഷം അത് കേൾക്കുന്നത്. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടും. പാറമേൽ ഉയർത്തുന്ന യേശു. നല്ല ദീപവ്രതർ എവിടെ വായിക്കുന്നത്? തീർച്ചയായിട്ടും സമരാവചനത്തിൽ നമ്മൾ വായിക്കുന്ന തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. തീർച്ചയായിട്ടും ഇതുപോലെ കുടുംബയോഗങ്ങൾ നടക്കുമ്പോൾ സന്തോഷമില്ലാതെ, ആശ നഷ്ടപ്പെട്ട്, പ്രതീക്ഷ നഷ്ടപ്പെട്ടൊക്കെയാണ് സാന്ദ്ര അനേകർ അവിടെ കടന്നു വരുന്നത്. പ്രത്യേകിച്ച് മക്കളില്ലാതെ വിഷമിക്കുന്നവർ, സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ പോകുന്നവർ, വർഷങ്ങളായിട്ട് പല രോഗത്തിലൂടെ പോകുന്നവർ. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പുനലൂർ മീറ്റിംഗ് നടക്കുമ്പോൾ മറന്നുപോകാൻ കഴിയാത്തൊരു സാക്ഷ്യമുണ്ട് സാന്ദ്രയെ. 19 അടി ഉയരത്തിൽ നിന്നും ജോലിക്കിടയിൽ വീണ ഒരു സഹോദരൻ 8 മാസമായിട്ട് കിടപ്പിൽ കിടക്കുക. ആ സഹോദരൻ ഇനി ഒരിക്കലും ജീവിതകാലത്തിൽ എഴുന്നേറ്റ് നടക്കാൻ കഴിയത്തില്ലെന്ന ഡോക്ടേഴ്സ് പറഞ്ഞത്. എന്നാൽ ആ കുടുംബത്തിൽ തന്നെ മറ്റൊരു വ്യക്തി പുനലൂർ കുടുംബയോഗം നടക്കുന്ന സമയത്ത് അവിടെ കടന്നു വന്നിരുന്നു. അന്ന് സാമ്പ്രർ അവിടെ ഉണ്ടായിരുന്നു. 1 ബോട്ടിൽ എണ്ണ പ്രാർത്ഥിച്ച് ആ വ്യക്തിക്ക് കൊടുത്തു വിട്ടു സാന്ദ്രയെ. അവർ വീട്ടിൽ ചെന്ന് ആ 8 മാസമായിട്ട് തളർന്നു കിടക്കുന്ന ആ സഹോദരൻ്റെ മേൽ പുരട്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ആ സഹോദരൻ എഴുന്നേറ്റു. ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പുനലൂർ മീറ്റിംഗ് നടന്നപ്പോൾ ആ തളർന്നു കിടക്കുന്ന ആ വ്യക്തിയുമായിട്ടാണ് അവിടെ വന്നത്. അവർ മുൻപിൽ വന്ന് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും ആ കുടുംബം സന്തോഷിക്കുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. 40-ാം സങ്കീർത്തനത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൈവം അത് സമയം പോലെ എടുത്ത് വായിക്കണം. നാശകരമായ കുഴി, കുഴഞ്ഞ ചേറ്, ഇതെല്ലാം നമുക്കറിയാം. പക്ഷേ ആ സ്ഥിതിക്ക് പകരം അതൊരു യാഥാർത്ഥ്യമാണ്, അതുണ്ട് ജീവിതത്തിൽ അനുഭവമാണ്. ഞാൻ കിടന്ന നാശകരമായ കുഴി, കുഴഞ്ഞ ചേറ്, ഇത് കുഴഞ്ഞ ചേറിൽ കിടക്കുന്നു. ഞാൻ ഒരു ദുരിതത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നു, സങ്കടം വർദ്ധിക്കുന്നു, രോഗത്തിനൊരു പരിഹാരമില്ല, സാമ്പത്തിക ദുരിതം ഉണ്ടാകുന്നു. നമ്മുടെ ഇല്ലായ്മ പറഞ്ഞ് നടക്കുന്നത് ഒരു
ഭക്തിയുടെ അടയാളമായിട്ടോ താഴ്മയുടെയും എളിമത്വത്തിൻ്റെയും അടയാളമായിട്ട് ഒരു വിവർത്തനം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ബൈബിളിന് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ വിവർത്തനത്തിനോ ആശയവുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. ബൈബിളിൽ എഴുതിയിരിക്കുന്നു. നോക്കി, എൻ്റെ അവസ്ഥ ഇതായിരുന്നു. ആ വാക്യത്തെ രണ്ടായിട്ടാണ് വീതിച്ചിരിക്കുന്നത്. ഒന്ന്, മൈ ഡേയ്സ് മൈ യെസ്റ്റർഡേയ്സ്, എൻ്റെ ഇന്നലകൾ ഇങ്ങനെയായിരുന്നു. നാശകരമായ കുഴി, കുഴഞ്ഞ ചേറ്റിൽ കാത്ത് 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 കിടന്നു. അങ്ങനെയൊക്കെയല്ലേ എഴുതിയിരിക്കുന്നത്. 40-ാം സങ്കീർത്തനം 1-2. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. എന്നിട്ട് അവൻ എൻ്റെ വായിൽ പുതിയ ഒരു പാട്ട് തന്നു. അത് നമ്മുടെ ദൈവത്തിന്റെ സ്തുതി തന്നെ. അതേ പറയാനുള്ളൂ. ആമേൻ. ആ പഴയ സ്ഥിതി മാറി പുതിയ സ്ഥിതി വന്നപ്പോൾ പുത്തൻ പാട്ടും കൂടെ തരുന്നത്. അതെന്താണ് ആ പുതിയ പാട്ട്? പാട്ടുപുസ്തകത്തിലെ പാട്ടുകൾ എന്ന അർത്ഥത്തിലല്ല വാക്ക്. എൻ്റെ ദൈവത്തിന്, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. എവിടെ പോയാലും എതിലേ പോയാലും ആരെ കണ്ടാലും എപ്പോഴാണേലും കണ്ണ് തുറന്നാലും കണ്ണടച്ചാലും ശ്വാസമുണ്ടോ ഒന്നേ പറയാനുള്ളൂ, പ്രവർത്തിക്കുന്ന യേശു. പ്രേയിങ് കേളയിൽ അത് മാത്രമേ നമുക്കുള്ളൂ. നമ്മൾ അങ്ങനെ അകപ്പെട്ടു പോയവരെ ഓർത്ത് നമ്മൾ അന്തിച്ചു നിൽക്കാറുണ്ട്, ഭയപ്പെട്ട് നിൽക്കാറുണ്ട്. ചിലരുടെ തകർച്ച കണ്ട് നമ്മൾ തന്നെ നെഞ്ചത്തടിക്കാറുണ്ട്. അയ്യോ, ആ ദുരിതത്തിൽ നിന്ന് ദൈവമേ ഇതാർക്കും വരല്ലല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ നിസ്സഹായതയോടെ കൈമലർത്തി പോകാറുണ്ട്. ഇവിടെ അതല്ല. പ്രേയിങ് കേളയിൽ സഹായകനായ യേശു കർത്താവ്, ഇറങ്ങിച്ചെല്ലുന്ന യേശു, താഴ്ചയിൽ നിന്ന് ഉയർത്തുന്നവൻ. ഇന്ന് രാവിലെ വരെ, ഈ നിമിഷം വരെ 6:36 ഇന്നലെ മിസ് ജോസ്ത്രീയൊക്കെ വിളിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു 4 രൂപ എടുക്കാനില്ലാതിരുന്ന അദ്ദേഹത്തിൻ്റെ സ്ഥിതിയിൽ 4 കോടി രൂപയ്ക്ക് മീതെ വിലയുള്ള വീടാണ് അദ്ദേഹം വാങ്ങുന്നത്. ഇവർ ചുരുക്കി പറഞ്ഞാൽ ഇംഗ്ലണ്ടിലേക്ക് പോയി, കുടുംബമായിട്ടങ്ങ് പോയി. ദിവ്രതരെ നമുക്ക് കോട്ടയത്ത് വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് അവരെ വിട്ടു. അവിടെ ചെന്നു താമസമായി, ജോലിയായി. അധികം താമസിക്കുന്നതിന് മുമ്പ് എല്ലാം ക്രമമായി. അപ്പോൾ ഇവർ ചെയ്യുന്നത് എന്നാ, അവർക്ക് കിട്ടുന്ന ചെറിയ ആ വരുമാനത്തിൽ നിന്ന്, ചെന്നപ്പോഴേ ഫുൾ ടൈം ജോലിയിലല്ല കയറിയത്, ആ കിട്ടുന്ന ജോലിയിൽ നിന്ന് ഒരു നിശ്ചിത തുക ഒന്നുകിൽ അവരുടെ കുടുംബത്തിലേക്ക് അയച്ചു കൊടുക്കും ആർക്കെങ്കിലും, അല്ലെങ്കിൽ അവർ പ്രേയിങ് കേരളയിലേക്ക് നേരിട്ട് അങ്ങനെ എങ്ങനെയെങ്കിലും ആ തുക അവർ അയച്ചു കൊടുക്കും. നോക്കി, നമ്മളോട് ഇത് പറഞ്ഞിട്ടില്ല, നമ്മൾക്ക് തൊട്ട് അറിയത്തുമില്ല. ഇവർ ദൈവത്തോട് ചെയ്ത ഒരു ഉടമ്പടിയ അവരെ അവിടെ എത്തിച്ച യേശു. അതുപോലെ ഓരോ വ്യക്തിയും ഉയർച്ചയിലേക്ക് വരണം. ദീപബ്രദറെ, കർത്താവ് ചെയ്തത് കഴിഞ്ഞ ദിവസം അദ്ദേഹം വിളിച്ചിട്ട് പറയണം, ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ സമയത്ത് അവർ അവധിയെടുത്തിട്ട് 2 പേരും കൂടെ, മോനും ഉൾപ്പെടെ വീട്ടിനകത്ത് ആ പ്രേയിങ് കേളയുടെ ഡയറിക്കകത്ത് ആ വിവരങ്ങൾ, പുതിയ ഡയറിക്കകത്ത് അത് എഴുതി വെച്ചതിന് ശേഷം ആ യൂട്യൂബിലൂടെ പ്രാർത്ഥന തുറന്നു വെക്കുക. അത് കേവലം ആ 2 മണിക്കൂർ മാത്രമല്ല, രാവും പകലും നോക്കി ആ കാത്തിരിപ്പൊക്കെ നല്ലത്. ആരുടെ മുമ്പിലാകട്ടെ? യേശുവിൻ്റെ മുമ്പിൽ, യേശുവിൻ്റെ മുമ്പിൽ കാത്തിരിക്കട്ടെ. ഒരു കുഴപ്പമില്ല, പ്രാർത്ഥിക്കുക. ഇത് ഇങ്ങനൊരു സൗകര്യത്തെ ദൈവം തന്നില്ലേ, അതവർ ഓരോരുത്തർ ഉപയോഗിക്കും. നമ്മളിത് പറഞ്ഞു കൊടുത്തിട്ടല്ല ഇങ്ങനെയൊക്കെ ആളുകൾ ഈ സൗകര്യത്തെ ഉപയോഗിക്കുന്നത്. കാത്തിരിക്കുന്നത് ആരുടെ മുമ്പിലാണ്? എൻ്റെ മുമ്പിലല്ല, ഒരു കാരണവശാലും ദീപവ്രതരുടെ മുമ്പിലല്ല, പ്രേയിങ് കേള സ്ക്രീനിൽ കാണുന്നവരുടെ മുമ്പിലല്ല, പകരം യേശുവിൻ്റെ മുമ്പിൽ കാത്തിരിക്കുന്നു. നോക്കിയേ, ഞാൻ ദൈവത്തിനായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. നിലവിളിക്കുന്നവരുടെ നിലവിളി കേൾക്കുന്നൊരു ദൈവത്തെ യേശുവിൽ നമുക്ക് ലഭ്യമാണ്. Are you in that situation, beloved, where you are crying vehemently that no one is able to fathom it and understand it and measure it? ആർക്കും അളക്കാനോ അത് ഡീകോഡ് ചെയ്തെടുക്കാനോ അതിനെ ഗ്രഹിക്കുവാനോ കഴിയാതെ തീവ്രമായ സങ്കടത്തിലൂടെ അലറിക്കരയുന്ന വ്യക്തിയോ താങ്കൾ, കേൾക്കുന്നൊരു യേശു കണ്ടിട്ട് കേട്ടു, ഞാൻ അവൻ്റെ കരച്ചിൽ കേട്ടു കേട്ടോ ദീപു, ഞാനത് കേട്ടു കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവൻ കരയട്ടെ, നല്ലതായിട്ട് കരയട്ടെ, അവൻ അങ്ങേയറ്റം പറ്റട്ടെ, എന്നിട്ട് ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യാം. ഒരു 1000 വർഷം കൂടെ കഴിഞ്ഞിട്ടൊന്നൊന്നുമല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. എങ്കിലേക്ക് തിരിഞ്ഞു, എങ്കിലേക്ക് തിരിഞ്ഞു, കരഞ്ഞു, തിരിഞ്ഞു,
ആമേൻ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ കയറ്റി. ഇന്നലെ മിസ്റ്റർ ജോസ് പറഞ്ഞ വാചകം, ആമേൻ. 4 രൂപ എടുക്കാൻ ഇല്ലാതിരുന്നിടത്തു നിന്ന് 4 രൂപ എടുക്കാൻ ഇല്ലാതിരുന്നിടത്തു നിന്ന് 4 കോടി രൂപയ്ക്ക് മീതെ വിലയുള്ള വീട് വാങ്ങി നാളെ കഴിഞ്ഞ് അതിൽ കയറി താമസമാ. ഒന്നിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് എൻ്റെ ദൈവമേ, ഇത് ആ ജോസിനെ പോലെ ചിലപ്പോൾ ഇംഗ്ലണ്ടിലൊന്നും പോകണമെന്നില്ല, അല്ലെങ്കിൽ അമേരിക്ക പോകണമെന്നില്ല. യേശുവിന് അവിടെയും ഇവിടെയും ഒരുപോലെ നമ്മെ അനുഗ്രഹിച്ച് അനുഗ്രഹമാക്കാൻ കഴിയുന്ന കർത്താവ്. ഈ പകൽ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കണം. ദൈവബ്രദറെ, ഇതുപോലെ വിഷമിക്കുന്നവരുടെ ജീവിതത്തിൻ്റെ സ്ഥിതി മുഴുവൻ മാറട്ടെ. യേശു ഉണ്ടല്ലോ, എന്തിനു നമ്മൾ മാറി നിൽക്കണം? പാലക്കാട് ജില്ലയിൽ നമ്മൾ നാളെ പാലക്കാട് ടൗണിൽ കുടുംബയോഗം നടക്കുന്നത്. അവിടെ നമുക്ക് ഒരു ഫോട്ടോ ആരുടെയും എടുക്കുന്നില്ല, ഒരു വീഡിയോ ആരുടെയും എടുക്കുന്നില്ല, എങ്ങും ആരുടേതും സാക്ഷ്യങ്ങളൊന്നും പ്രേം കേരളയിൽ പബ്ലിഷ് ചെയ്യുന്നില്ല. കാരണം പ്രേം കേരളയിൽ ഈ സാക്ഷ്യം പറച്ചിലല്ല പ്രേം കേരളയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഞാനോ ഈ ദീപു ബ്രദറോ സ്ക്രീനിൽ കാണുന്നവരോ അല്ല പ്രേം കേരളയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഈ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് കയറ്റുന്ന യേശു, ആ യേശുവിൽ ആശ്രയിക്കുമ്പോൾ ആർക്കാണ്, എന്തിനാണ് തടസ്സമായി നിൽക്കാൻ കഴിയുന്നത്? ഈ പകൽ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കണം. പാലക്കാട് കുടുംബയോഗം നടക്കുന്നു, നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ നിറവും നന്മയും ഓരോ വ്യക്തിക്കും ഉണ്ടാകേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കണം. IMA ഹാളിൽ വെച്ച് പാലക്കാട് ടൗണിൽ കോട്ട മൈതാനത്തിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് IMA ഹാൾ വരുന്നത്. ഇന്ത്യ മെഡിക്കൽ അസോസിയേഷൻ്റെ ഓഡിറ്റോറിയം. അവിടെ 10 മണി മുതൽ 1 മണി വരെ ഞങ്ങൾ നേരത്തെ എത്തിച്ചേരും. എങ്കിൽ പോലും 10 മണി മുതൽ ആരും പട്ടിണിക്കൊന്നും വരണ്ട. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് നാളത്തെ ഒരു ദിവസം പാലക്കാടിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുക. സോ വിഷമിക്കേണ്ട, ഒട്ടും ആരും കഷ്ടപ്പെടണ്ട. എല്ലാവരും സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് എത്തിച്ചേർന്ന സണിച്ചാനുണ്ടാകും, ഞാനവിടെ ഉണ്ടാകും, സൂരജ് അവിടെ ഉണ്ടാകും, മറ്റു പലരും അവിടെ നമ്മളെ സഹായിക്കാനായിട്ടൊക്കെ ഉണ്ടാകും. നമുക്കൊന്നിച്ച് ശാന്തമായിട്ട് പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ വിടുതൽ അനുഭവിക്കണം. ദീവ്രതരെ പാലക്കാട് IMA ഹാൾ എന്ന് കേൾക്കുമ്പോൾ ഒരു വശത്ത് ഭീതി തോന്നാറുണ്ട്. കാരണം ചില 2-2.5 വർഷം മുമ്പ് ഓർ 3 വർഷം മുമ്പ് ഒരു എന്നാ പറയുന്നത് ബ്രെയിൻ ട്യൂമർ വന്ന്, ക്യാൻസറസ് ട്യൂമർ വന്ന് എല്ലാ ചികിത്സകളും കഴിഞ്ഞ് ഒരു കൊച്ചിനെ അവിടേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു ഓട്ടോയിൽ ഗ്രാൻഡ് മദർ ആണതിനെ വഹിക്കുന്നത്. ഇങ്ങനെ ഒരു ബാഗ് പോലെ ഒരു സാധനത്തെ എടുത്തുകൊണ്ട് അവർ ആ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവരാ പടിയലോട്ട് ഇങ്ങനെ ഇടുകയായിരുന്നു. ഞാനിത് കണ്ടുകൊണ്ടാണ് നിൽക്കുന്നത്. ഞാൻ ഈ ഓഡിറ്റോറിയത്തിലേക്ക് കയറാനായിട്ട് പുറത്തുനിന്ന് വരുമ്പോൾ എൻ്റെ കണ്ണിൽ ഞാൻ പെടുന്നത് ഇങ്ങനെയാണ്. ഞാൻ ഓർത്തൊരു ബാഗ് വല്ലതും ആയിരിക്കും. ചെന്ന് നോക്കിയപ്പോൾ ഒരു കുഞ്ഞ്. ദൈവമേ, ഒരു കുഞ്ഞിനെയാണോ അങ്ങനെ ഇടുന്നത്? ആ കുഞ്ഞിനെ അങ്ങനെ ഇട്ടാലും ഒരു അനക്കവുമില്ലാത്തൊരു കുഞ്ഞ്. അതും തീർന്നില്ല, അവരോട് മുമ്പിൽ പോയി ഇരിക്കാൻ പറഞ്ഞു. അവർക്കൊരു കസേര ഇട്ട് കൊടുത്തു. അവർ 6-7 പേരുണ്ട്. ആ കസേര ഇട്ട് കൊടുക്കുമ്പോൾ ഇവർ ആ കുഞ്ഞിനെ അവരുടെ മടിയിലല്ല വെക്കുന്നത്, അവർ ആ കൊച്ചിനെ അവിടെ കൊണ്ടുവന്നിട്ട് തറയിലേക്ക് വീണ്ടും ഇടുകയാണ്. ഓക്കെ, ഈ സ്ഥിതി കണ്ടപ്പോൾ മനസ്സിലായി ഇവരുടെ സ്ഥിതി വഷളായ, കൊച്ചിനേക്കാൾ വഷളാണ് ഇവരുടെ സ്ഥിതി. അപ്പോൾ ഞാൻ അവിടെ നിന്നവരോട് പറഞ്ഞു, നമുക്ക് അവരെ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു വിടാം, പ്രാർത്ഥിച്ചിട്ട് വിടാം. നമുക്ക് പ്രാർത്ഥിക്കാൻ 3 സെക്കൻഡിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. അപ്പോൾ എന്താണെങ്കിലും അവർ ആ ബാഗ് പോലെ കൊച്ചിനെ എടുത്തുകൊണ്ട് വന്ന് ഞാനിരിക്കുന്നിടത്തേക്ക് വന്നു. അവിടെ വന്നപ്പോഴും ദൈവം ഇത് തന്നെ സ്ഥിതി. ആ കൊച്ചിനെ ഇവർ 4 കസേര വിട്ടിട്ടുണ്ട്, അവരതിലിരിക്കുന്നു. ഈ കൊച്ചിൻ്റെ ബോഡി എടുത്ത് തറയിലേക്ക് ഇടുക 3 പ്രാവശ്യം. എൻ്റെ കണ്ണുകൊണ്ട് ആയുസ്സിൽ ഒരിക്കലേ അങ്ങനെ കണ്ടിട്ടുള്ളൂ ഒരു ജീവനുള്ള കൊച്ചിൻ്റെ ബോഡി. പക്ഷെ അത് മരിച്ചുവെന്നും പറഞ്ഞ് ഇവർ വന്നിരിക്കുന്നത് നമുക്കറിയില്ല. പക്ഷേ ഈ കൊച്ച് അബോധാവസ്ഥയില്ല, എല്ലാ ചികിത്സകളും പരാജയപ്പെട്ട് അബോധാവസ്ഥയിലാണ്. പക്ഷേ ഇന്ന് ആ കുഞ്ഞ് സ്കൂളിൽ പോകുന്നു. യേശു എത്ര നല്ലവൻ. അതിൻ്റെ ഫോട്ടോസും അതിൻ്റെ ഡാൻസും ഒക്കെ അവർ വന്ന് ഫോട്ടോ കൊണ്ട് കാണിക്കുമ്പോൾ, വീഡിയോ കൊണ്ട് കാണിക്കുമ്പോൾ ഒറ്റ കാര്യമേ പറയാനുള്ളൂ: നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിൽ അകപ്പെട്ടു പോയാലും അവിടുന്ന് ഉയർത്താൻ കഴിയുന്ന ഈ യേശു എത്ര നല്ല. സോ പാലക്കാട് ടൗണിൽ തന്നെ നമുക്ക് ഒന്നിച്ചു കൂടണം. എന്നെ മോനെ എന്നൊക്കെ വിളിക്കുന്ന ഒത്തിരി അമ്മമാരൊക്കെ ഇവിടെ ഉണ്ട്, അപ്പന്മാരവിടെ ഉണ്ട്. വരണം, നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ വിടുതൽ എല്ലാവർക്കും ഉണ്ട്. നിലമ്പൂർ മറക്കരുത്. ആ കുരങ്ങിനെ പ്രാർത്ഥിച്ച് ഓടിച്ച അമ്മച്ചിയും അപ്പച്ചനും ഒക്കെ ഇവിടെ ഉണ്ട്. അവരെല്ലാം വരണം, ചേർന്ന് പ്രാർത്ഥിക്കണം. ഇവർക്ക് കുറേ വസ്തുവുണ്ട്,
കുരങ്ങിൻ്റെ ശല്യം കാരണം ഒരു കൃഷിയും പറ്റത്തില്ല. അപ്പോൾ ഇവർ കോഴിക്കോട് കുടുംബയോഗത്തിൽ വന്നു. അന്ന് നമുക്ക് നിലമ്പൂർ കുടുംബയോഗമില്ല. കോഴിക്കോട് കുടുംബയോഗത്തിൽ വന്ന് ഒരല്പം വെള്ളം പ്രാർത്ഥിച്ച് അവർക്ക് കുടിക്കാൻ കൊടുത്തു. അവരത് കുടിച്ചില്ല. എന്നിട്ട് അവരുണ്ട് ഇന്ന് വേറെ ബക്കറ്റിൽ കുറച്ച് വെള്ളത്തിനകത്ത് ഒഴിച്ചിട്ട് ഇവർ ഈ അമ്മച്ചിക്ക് പറ്റുന്ന സ്ഥലം വരെയൊക്കെ പോയിട്ട് അതിൻ്റെ അതിരിലൊക്കെ തളിച്ചു. ഇപ്പോഴും കുരങ്ങ് അവിടെ ഉണ്ട്. പക്ഷേ കുരങ്ങ് ഇവരുടെ കോമ്പൗണ്ടിൽ കയറില്ല. കുരങ്ങിന് ഒരു അതിർത്തിയിടുന്ന ഒരു യേശു, കുരങ്ങിന് അതിർത്തിയിടുന്ന യേശു. പ്രാർത്ഥിച്ച് അല്പം വെള്ളം തെളിച്ചു. ഞാൻ ആ സ്ഥലത്ത് പോയില്ല, ദൈവബ്രദർ പോയില്ല, താങ്കൾ പോയില്ല. പക്ഷെ ആ വയ്യാത്ത അമ്മച്ചി ആ പ്രായത്തിൽ അവരവിടെ പോയി ആ എണ്ണ തെളിച്ച് പ്രാർത്ഥിച്ചു. നോക്കിയേ, യുനോ it won't take much for God to do or intervene and intersect on your life, beloved, as you hear this. ഇത് കേൾക്കുമ്പോൾ ഒത്തിരി വലിയ കാര്യങ്ങൾ ഒന്നും വേണ്ട യേശുവിന് നമ്മിൽ പ്രവർത്തിക്കുവാൻ. ഒറ്റ വാചകം, യേശുവേ എനിക്കങ്ങേ ആവശ്യമുണ്ട്, എന്നിൽ വസിച്ച് എന്നെ അനുഗ്രഹിച്ച് എന്നെ മറ്റുള്ളവർക്കും അനുഗ്രഹമാക്കണമേ. ആ കുരങ്ങ് ഇപ്പോഴും ഉണ്ട്. ഈ അമ്മച്ചിയെയും അപ്പച്ചനെയും അവിടെ കൃഷി ചെയ്യുന്നവരെയൊക്കെ കുരങ്ങ് വന്നിരുന്ന് ഇപ്പോഴും കാണും. അങ്ങേ പറമ്പിൽ പോയിരുന്ന് കുരങ്ങ് അവിടെ ഇരിക്കും. ഇങ്ങോട്ട് വന്ന് ഒരു വാഴയാകട്ടെ, ഒരു ചേനയാകട്ടെ, ഒരു കപ്പയാകട്ടെ, ഒരു സാധനത്തിലും മിസ്റ്റർ കുരങ്സ് തൊടുകയില്ല. അതിന് അതിർത്തിയിടാൻ കഴിയുന്ന യേശു, സമുദ്രത്തിന് മണൽ കൊണ്ട് അതിർത്തിയിട്ട ദൈവം, നമ്മളെ നശിപ്പിക്കുന്ന സകലതിനും താങ്കൾക്കും ഇടയിൽ ഒരു അതിർത്തിയായി നിൽക്കാൻ കഴിയുന്ന ഈ യേശു. അടിമത്തങ്ങളാണോ? അതിനകത്തൊരു പരിഹാരം തരാൻ യേശു. ആത്മഹത്യ ചിന്തകളാണോ? അതിൽ നിന്ന് വിടുവിക്കാൻ യേശുവുണ്ട്. വഴി അടഞ്ഞു പോയോ? അതിൽ നിന്ന് നല്ല വാതിൽ തുറന്നു തരാൻ യേശുവുണ്ട്. 4 രൂപ ഇല്ല, അദ്ദേഹം പറഞ്ഞ വാചകമാണ് ദീപൂർവ്വരെ ഇന്നലെ പറഞ്ഞതാ. 4 രൂപ ഇല്ലാതിരുന്നിടത്ത് 4 കോടി രൂപയ്ക്ക് ഉള്ള വീടാ വാങ്ങിയത്. പണം എവിടെ നിന്ന് വന്നു? അദ്ദേഹം തന്നെ പറയുന്നത്, അവർ തന്നെ പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയത്തില്ല. യേശുവാൽ കഴിയാത്ത ഒരു കാര്യം. ഇത് ഒരു നൂറ്റാണ്ടിന് പിറകിലല്ല. 1800കളിൽ 1600കളിൽ അല്ല, 19ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം, 20ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലൊക്കെ ഉണർവും യേശു പ്രവർത്തിക്കുന്നതൊക്കെ നമ്മൾ ചരിത്രം വായിച്ചിട്ടുണ്ട്. വായിക്കുക, പഠിക്കുക. പക്ഷേ ആ ചരിത്രത്തിലല്ല നമ്മൾ നിൽക്കേണ്ടത്. നമുക്ക് ഇന്ന് യേശുവിൻ്റെ പ്രവൃത്തിയിലാണ് നമ്മൾ നിൽക്കേണ്ടത്. Praying Kerala is all about a God in Jesus who is doing good things for his people and whoever trusts him. തന്നിൽ ആശ്രയിക്കുന്ന തൻ്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യേശുവിനെ അല്ല, ഇപ്പോഴും പ്രവർത്തിക്കുന്ന ആ യേശുവിനെ നമ്മൾ അനുഭവിക്കുന്നത്. ഞാൻ വേറൊരു കാര്യം ഇന്നലെ തന്നെ ഇംഗ്ലണ്ടിൽ നിന്ന് വിളിച്ചത് ഞാൻ പിന്നീട് പറയാം. നമുക്കിന്ന് പ്രാർത്ഥിക്കണം. യേശു എത്ര നല്ലവൻ, യേശു എത്ര മതിയായവൻ. ചേച്ചിയുടെ ഫ്രണ്ടിൻ്റെ മകൾ ഏഞ്ചലിയ 2 വയസ്സ്, സ്ട്രോക്ക് വന്നു, വെന്റിലേറ്ററിലായത്. സോയ കോതമംഗലത്ത് നിന്ന് അറിയിക്കുന്നു. സിസ്റ്റർ മോളമ്മ ICUവിൽ ക്രിട്ടിക്കൽ സ്റ്റേജിൽ. സൂസി യൂട്യൂബിലൂടെ പ്രാർത്ഥന വിശ്വസിക്കുന്നു. പുഷ്പ കാലിക്കട്ട് എന്നറിയിക്കുന്ന മരുമകൻ ബൈജു 48 വയസ്സ്, കിഡ്നി ഫെയിലായി 2 തവണ കിഡ്നി മാറ്റിവെച്ചതാണ്. സുസമോ കായംകുളത്തുനിന്ന് അറിയിക്കുന്നത്. മകൻ അനീഷ് സ്ട്രോക്ക് വന്നു, ഓർമ്മ നഷ്ടപ്പെട്ടു, മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു. ആരാധ്യ ന്യൂമോണിയ ക്രിട്ടിക്കൽ സ്റ്റേജിൽ വെന്റിലേറ്ററിലായിരിക്കുന്നു. അക്ഷര കൊല്ലത്തുനിന്ന് അറിയിക്കുന്നു. മകൻ ജയിലിൽ ഇന്ന് ജാമ്യം കിട്ടാൻ അപേക്ഷ കൊടുക്കുന്നു. തൃശ്ശൂരിൽ നിന്ന് അമ്മ മാർത്ത. നമുക്കിന്ന് ചേർന്ന് പ്രാർത്ഥിക്കണം. യേശു ഇതിൻ്റെ തൊട്ട് കീഴെ ഇരിക്കുന്ന ഏതാണെന്നറിയാമോ? 16 വർഷം കൊണ്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. പ്രേം കേരളയിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. നെയ്യാറ്റിങ്കര ടൗൺ ഹാളിൽ കുടുംബയോഗത്തിന് വന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് ചെയ്തത് അവരെ ദൈവം അനുഗ്രഹിച്ചു. ഇന്ന് അതിൻ്റെ ഡെലിവറി നടക്കുക. ഇന്ന് നടക്കുന്ന നല്ല കാര്യങ്ങളിൽ ഒരു പുതിയ കുഞ്ഞും കൂടെ ഉണ്ടാകട്ടെ. എത്ര നല്ലതാണ്. ആ ഒരു വിസ ഇന്ന് വരട്ടെ. ആ വാതിൽ ഇന്ന് തുറന്നു കൊടുക്കട്ടെ. ആ രോഗി ഇന്ന് സൗഖ്യമാകട്ടെ. ആ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്ന് യേശു അവരെ ഇന്ന് പുറത്തു കൊണ്ടുവരട്ടെ. അല്ല, ഇപ്പോൾ അത് സംഭവിക്കട്ടെ. താങ്കൾക്ക് പറ്റുമെങ്കിൽ എഴുന്നേക്കാൻ പറ്റുന്നവരാണെങ്കിൽ ആ സ്ക്രീനിലേക്ക് കൈവെക്കുക. നമ്മൾ ഒരാളല്ലല്ലോ ഇവിടെ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു. നമ്മൾ കുടുംബമായി മറ്റുള്ളവരോടുകൂടെ ചേർന്ന് മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വ്യക്തികൾക്കായി, കുടുംബങ്ങൾക്കായി, നാളെയും മറ്റന്നാളും നടക്കുന്ന കുടുംബയോഗങ്ങൾക്കായി സകലർക്കും വേണ്ടി ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിന്റെ നാമത്തിൽ ആകാശത്തിന് കീഴിലുള്ള സകല കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് നൽകുന്ന സൗഖ്യവും വിടുതലും സ്വാതന്ത്ര്യവും ദൈവശക്തിയും കർത്താവെ ഓരോ കുടുംബവും അനുഭവിക്കേണ്ടതിനായി ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നടക്കാൻ പോകുന്ന 2 കുടുംബയോഗങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു
കടന്നു വരാൻ പോകുന്ന ഓരോ വ്യക്തിയും നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന കർത്താവെ. രോഗികളെ അവിടുന്ന് സൗഖ്യമാക്കും, സാമ്പത്തിക പ്രയാസങ്ങളെ അവിടുന്ന് മാറ്റും, ഓരോ വ്യക്തിയുടെ കണ്ണുനീരിനെ അവിടുന്ന് തുടയ്ക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുമ്പോൾ നിന്റെ നാമത്തിൽ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. Lord Jesus, we just pray this day, oh Lord God, for each and every family, Lord, them to be blessed, oh Lord God, to be healed, Lord Jesus, and to health to be recovered, oh Lord God. We pray for new jobs to come forth today, Lord God. We pray for visas will be stamped today, Lord. We pray for PRs, Lord God Jesus. We pray for every immigration paperwork to be done today, Lord. We pray for new passports that's going to come forth, Lord. We just want to thank you for the new jobs you're going to open up today for each and every one. All this we ask your holy name. Pray, man. Amen. ജീസറെ താങ്ക് യു. ഇന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഞങ്ങളുടെ കൂടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു. അതാ പ്രേയിങ് കേരളയിൽ നമുക്ക് എല്ലാവർക്കും ദൈവം തുറന്നു തന്ന ഒരവസരമാണ് പ്രാർത്ഥിക്കാൻ. പ്രേയിങ് കേരള ഈസ് എ ഫെസിലിറ്റി, ഈസ് എ പ്രിവിലേജ് ആൻഡ് ഈസ് എ വൊക്കേഷൻ ദാറ്റ് ഗോഡ് ഓഫ് ഹെവൻ ഹാസ് ഗിവൻ ടു ഈച്ച് വൺ ഓഫ് us to come together in this manner to pray for the suffering, dying world. അല്ലേ, കരിഞ്ഞുകൊണ്ടിരിക്കുന്ന തകർന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിന് വേണ്ടി ആർക്കാണെങ്കിലും ഒന്നിച്ച് വന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം ഒരിക്കലൊരു സൗകര്യവും ഒരു നിയോഗവും ഒരു വിളിയുമാണ് പ്രേയിങ് കേരള. ഇറ്റ്സ് നോട്ട് ആൻ ഓർഗനൈസേഷൻ നോർ എ ബിൽഡിംഗ് വിത്ത് 4 walls. അല്ലേ, ഒരു 4 ഭിത്തിക്കകത്ത് നിൽക്കുന്ന ഒരു കെട്ടിടമോ ഒരു സംഘടനയോ അല്ല പ്രേയിങ് കേരള. പകരം ഇറ്റ് ഈസ് എ കോൾ. ഇതൊരു വിളിയ, ഇതൊരു വൊക്കേഷൻ. സാറേ, ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 14-15 തിരുവെഴുത്തിന് പ്രകാരം നമ്മൾ എല്ലാ ദിവസവും അങ്ങനെ ചെയ്യാറുണ്ട്. ഞാനത് ചെയ്യാറുണ്ട്. ഇതിൻ്റെ നന്മ നമ്മൾ അനുഭവിക്കുന്നു. ഇത് മരുന്നിന് പകരമല്ല, പകരം യേശുവിൽ ഞാൻ അർപ്പിച്ച എൻ്റെ വിശ്വാസം എനിക്ക് ബോധ്യമാകേണ്ടതിനുള്ള അടയാളമായിട്ട് നിങ്ങൾ രോഗികൾ ആകുമ്പോൾ. അല്ലേ, അർത്ഥം ഇത്രമേ ഉള്ളൂ. നിങ്ങൾ ഏതെങ്കിലും ഒരു ഗിവൺ സിറ്റുവേഷനിൽ ആയിരിക്കുമ്പോൾ അത്ര മാത്രമേ അതുകൊണ്ട് അർത്ഥം. രോഗിയാകാൻ വേണ്ടി നിങ്ങളുടെ വിശ്വാസത്തെ പുറത്തെടുക്കാൻ നമ്മൾ രോഗിയാകുന്നത് വരെ ദൈവം കാത്തിരിക്കുന്നു എന്ന അർത്ഥത്തിലല്ല അത് ഉപയോഗിച്ചു. wherever you are, whatever be your situation, എന്തെങ്കിലും ടേക്ക് ആസ് എ ടോക്കൺ ഓഫ് യുവർ ഫെയ്ത്ത് ഇൻ ഗാഡ്. മേ ബി ലിറ്റിൽ ഓയിൽ, അല്പം എണ്ണ എടുക്കുക, ഓർ എ ഗ്ലാസ് ഓഫ് വാട്ടർ. അല്ലെങ്കിൽ പ്രേയിങ് കേരളയുടെ ഇന്നലെ ഡയറി ആദ്യമായി ഫ്രാൻസിൽ എത്തിച്ചേർന്നു. ഇന്നലെ അവിടുന്ന് ഫ്രാൻസിൽ ആ പ്രേയിങ് കേരള പുതിയ ഡയറി കിട്ടിയപ്പോൾ അവിടുന്ന് വരുന്ന കമൻസ്, അവിടുത്തുകാരുടെ കയ്യിലത് കിട്ടി. അവർക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സംതിങ് ദാറ്റ് ദേ ഹാഡ് നെവർ ഹേർഡ് ഓർ സീൻ ഇൻ ലൈഫ്. കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. സാറ് ഒരു കർഷകൻ കൂടിയാണല്ലോ, ഫാമൊക്കെ ഉണ്ടല്ലോ. നിൽക്കുന്ന കുരുമുളക് ചെടിയെ വികസിപ്പിച്ചെടുത്ത് ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിയത് സാറിൻ്റെ പിതാവ്. ഇന്ന് അദ്ദേഹം കർത്താവിൽ വിശ്രമിക്കുന്നു. പറഞ്ഞോട്ടെ, നിങ്ങൾ ഈ വെള്ളമൊക്കെ ഉപയോഗിക്കാറുണ്ടോ അവിടെ? സമ്പ്രദായം തീർച്ചയായിട്ടും വെള്ളം ഉപയോഗിക്കാറുണ്ട്. നമ്മളത് ചെയ്യുന്നത് പലപ്പോഴും ഹൈ റേഞ്ചിൻ്റെ പരിസ്ഥിതിയിൽ കാലാവസ്ഥ വ്യതിയാനം നിമിത്തം ഇതൊക്കെ നശിച്ചു പോകുന്ന പലപ്പോഴും വിഷമം തോന്നാറുണ്ട്. എങ്കിൽ പോലും നമ്മൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോഴത്തേന് ദൈവം കർത്താവിന് അസാധ്യമായിട്ടുള്ളൊരു കാര്യമില്ല. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഏലകൃഷി, ഇപ്പം ഞങ്ങൾ മാത്രമല്ല, ഇപ്പോൾ സാമ്പ്രദർ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് കട്ടപ്പന സൈഡിലൊക്കെ ചെല്ലുമ്പോഴത്തേന് ഭയങ്കര അതിശയമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ ഈ കാലാവസ്ഥ വ്യതിയാനം ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇതെല്ലാം നശിച്ചു പോകുന്ന ഒരു ഏരിയയിൽ, പക്ഷേ യേശുവിൽ അർപ്പിച്ച വിശ്വാസത്തിൻ്റെ അടയാളമായിട്ട് ഈ എണ്ണയും വെള്ളമൊക്കെ അവിടെ തളിക്കുമ്പോഴത്തേന് ആ നശിച്ചു പോകുന്നതാണെങ്കിൽ പോലും പിന്നീട് അത് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേന് എവിടെ നശിച്ചു പോയോ അതെല്ലാം നന്നായിട്ട് വളർന്ന്, അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ആ ഏലക്കായ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തത്. ഞാൻ മാത്രമല്ല, പല വ്യക്തികളും ചെയ്യുന്നു. അത് പറഞ്ഞത് അപ്പോൾ യേശുവിന് അസാധ്യമായിട്ട് ഒരു കാര്യമില്ല. ആ പ്രാർത്ഥിച്ച വെള്ളം ആ എണ്ണയൊക്കെ തളിക്കുമ്പോഴത്തേന് ആ നശിച്ചു പോകുന്നതാണെങ്കിൽ പോലും കർത്താവിനെ പുനരുജ്ജീവിപ്പിച്ച് നമുക്ക് നൽകുന്നു. അവിടെ കട്ടപ്പന വന്ന 2-3 പേര് ഒന്നിച്ച് കർഷകർ അവർ വന്നിട്ട് പറഞ്ഞത്, ഞങ്ങൾക്ക് ഒത്തിരി കർഷക സംഗമങ്ങളും ഞങ്ങൾക്ക് സംഘങ്ങളും ഒക്കെയുണ്ട്, ഞങ്ങൾക്ക് വളം കിട്ടും, ഞങ്ങൾക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ അവർ ചെയ്തു തരുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും വിളവ് തരാൻ അവർക്ക് പറ്റത്തില്ല. അത് പ്രേയിങ് കേരളയിൽ ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് വിളവ് കിട്ടാൻ തുടങ്ങിയത്. ഇപ്പോൾ സംഘം ഇല്ലെങ്കിലും കുഴപ്പമില്ല, എത്ര പേരുടെ കടങ്ങൾ മാറി, അതുകൊണ്ടൊക്കെ മുഖത്ത് എന്തോ സന്തോഷമാണ്. രോഗികളുടെ സൗഖ്യം. ഇന്ന് 5:54 ഞാൻ ഇത് വേഗം പറയാം. ഇന്നലെ ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന അടുത്തൊരു ടെലഫോൺ, നമ്മുടെ UAE-യിലെ കുടുംബയോഗം, ദുബൈയിലെ കുടുംബയോഗം നടക്കുമ്പോൾ
ഒരു പക്ഷേ 11-12 ഒക്ടോബർ 11-12 മുതൽ ഉള്ള ദിവസങ്ങൾ അത് ക്രമീകരിക്കുന്നതിനു വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. ഒക്ടോബർ 11, 12, 13 തീയതികൾ മുതൽ ഒക്ടോബർ ഫാസ്റ്റിംഗ് പ്രെയർ തീർന്നാലുടൻ പിറ്റേ ദിവസം മുതൽ നമുക്ക് UAE-യിലേക്ക് കുടുംബയോഗത്തിൻ്റെ കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുക. അത് ഫൈനലായാൽ നാളെ മുതൽ അത് അറിയിക്കാൻ സാധിക്കും. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കണം. സാറേ, ഈ മകൾ 11 പഠിക്കുന്ന ഈ കൊച്ച്, അവൾക്ക് ഒരുതരം സ്കിൻ രോഗം വന്നിട്ട് എക്സീമയാണോ സോറിയാസിസ് ആണോ, ലോകത്തിൽ എന്തെല്ലാം ത്വക്ക് രോഗങ്ങളുണ്ടോ, ഇതെല്ലാം കൂടെ ഒരാളുടെ ശരീരത്തിൽ വന്നാലുള്ള സ്ഥിതി. ഒരു 11 വയസ്സുള്ളൊരു 11 പഠിക്കുന്നൊരു പെങ്കൊച്ച്, അപ്പനും അമ്മയും അവർ നല്ല വരുമാനം, നല്ല ബിസിനസ് ചെയ്യുന്നവർ, അവർക്കുണ്ടായിരുന്ന പണം അതിൻ്റെ നല്ലൊരു ശതമാനം ഈ മകളുടെ ചികിത്സയ്ക്ക് വേണ്ടി എടുക്കരുത്. എവിടെങ്കിലും ആകാശത്തിൻ്റെ കീഴിൽ ഒരു മരുന്നുണ്ടെങ്കിൽ അവരത് തപ്പിയെടുത്ത് അത് ഈ കുഞ്ഞിന് കൊടുത്തു. എന്നിട്ടും അതിന് പ്രയോജനമില്ല. എത്തിച്ചേർന്ന സ്ഥിതി, ആ മകൾക്ക് ഒരു ഡ്രസ്സ് ഇടാൻ പറ്റാത്ത സ്ഥിതി, വെളിച്ചം എൻ്റെ ശരീരത്തിൽ വരാൻ പറ്റാത്ത സ്ഥിതി, ഒരു മുറിക്കകത്ത് അതിനെ അടച്ചിട്ടേക്കുന്ന സ്ഥിതി. 11 പഠിക്കുന്ന ഒരു പെങ്കൊച്ചിൻ്റെ കാര്യമാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അതിൻ്റെ ശരീരം മുഴുവൻ ചീഞ്ഞ് നാറുകയാണ്. അപ്പം അവരുടെ ബന്ധു മുഖേന പ്രേയിങ് കേരളയെക്കുറിച്ച് അറിഞ്ഞു. അവർക്കറിയത്തില്ല. അപ്പം എന്താണെങ്കിലും ഞങ്ങളവിടെ ഉള്ളപ്പോൾ, ഞാനും പ്രമോദും അവിടെ ഉള്ളപ്പോൾ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അവരൊന്ന് വന്ന് പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചു. ഞങ്ങളെ അവിടെ കൊണ്ടുപോയി. അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കേണ്ടതിന് വേണ്ടി മാത്രം ഒരു വലിയ നൈറ്റിയൊക്കെ ഇട്ടിട്ട് ഈ കൊച്ചിന് അവിടെ കൊണ്ടുവന്നിരുന്നത്. എൻ്റെ ഈ വലത് കൈ വശത്ത് അതിന് ഒരു കസേറയിൽ അവിടെ ഇരിക്കുക. സാറേ, വിശ്വസിക്കത്തില്ല, അതിൻ്റെ അവിടെ വന്നിരിക്കുമ്പോൾ അതിൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ആ ദുർഗന്ധം അത്രയ്ക്ക് ചീഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞില്ല അവൾ ഇട്ടിരിക്കുന്ന നൈറ്റി അത് നനയുക, അതിൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ആ ഊറി വരുന്ന പഴുപ്പും വെള്ളവും. പക്ഷേ കർത്താവ് ആ കുഞ്ഞിനെ സൗഖ്യമാക്കി. അവൾ ഇന്നലെ UK-യിൽ ഒരു ഉയർന്ന യൂണിവേഴ്സിറ്റിയിൽ അവൾ അഡ്മിഷൻ എടുത്തു. ഇന്നലെ അവളുമായി അപ്പനുമായി സംസാരിച്ച് പ്രാർത്ഥിച്ചു. ഏത് സ്ഥിതിയിൽ നിന്ന് ഏത് സ്ഥിതിയിലേക്ക്, ഫ്രം വെയർ ടു വെയർ. ഇന്ന് യേശുവിൽ അർപ്പിച്ച വിശ്വാസത്തോടെ ഞാനും പ്രമോദം ഇത്ര ചെയ്തുള്ളൂ. ഒരു തുള്ളി എണ്ണ, അവരുടെ വീട്ടിലിരുന്ന എണ്ണ തൊട്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു. കർത്താവ് കുഞ്ഞിനെ അന്ന് സൗഖ്യമാക്കി. ഈ യേശുവാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് യേശുവിൽ അർപ്പിച്ച വിശ്വാസത്തോടെ ഈ എണ്ണ, വെള്ളം, ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ, അങ്ങയുടെ സൗഖ്യവും വിടുതലും അത് ഉപയോഗിക്കുന്ന മേഖലകളിലെല്ലാം ഉണ്ടാകണം. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സകല വ്യക്തികളും സകല മേഖലകളും സൗഖ്യമാകട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. അപ്പോൾ സിനുബദരെ, നമ്മുടെ കുടുംബയോഗം നാളെ മറ്റന്നാൾ 2 സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. നാളെ പാലക്കാട് IMA ഹാളിൽ വെച്ച് രാവിലെ 10 മുതൽ 1 മണി വരെയും, നിലമ്പൂരിൽ വെച്ച് 27-ാം തീയതി കീർത്തിപ്പടിയിലുള്ള വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് 10 മുതൽ 1 മണി വരെ. ഇത് രണ്ടും നേരത്തെ നമുക്ക് അനൗൺസ് ചെയ്യാൻ സാധിച്ചില്ല. ഈ ഓഡിറ്റോറിയങ്ങൾ ഇപ്പോഴാണ് നമുക്ക് ലഭ്യത. സമയം കളയാതെ പലരുടെ വിളികളുടെ മുമ്പിൽ നമ്മൾ അത് വേഗം ചെയ്യുക. 1-ാം തീയതി കോതമംഗലത്തും പിന്നെ എറണാകുളം ചിറ്റൂർ റോഡുള്ള YMCA-യിലും, 2-ാം തീയതി തിരുവല്ലയിലും, 4-ാം തീയതി ട്രിവാൻഡ്രം സത്യൻ മെമ്മോറിയൽ ഹാളിലും നെയ്യാറ്റിൻകര ടൗൺ ഹാളിലും, 7-ാം തീയതി റാന്നിയിലും പത്തനംതിട്ടയിലും, 8-ാം തീയതി മുണ്ടക്കയത്തും. ഓ കമോൺ, 9-ാം തീയതി മുതൽ 9, 10, 11 ഫാസ്റ്റിംഗ് പ്രെയറും ഒക്കെ വരിക. സിനുബദരെ, ഈ യേശു എത്ര നല്ലത്, എത്ര മതിയായ. നമ്മുടെ ഒരു മകൻ, കൊച്ച് പ്രായം മുതൽ ഇവിടെ വളർന്ന ഒരു കൊച്ച്, അവൻ്റെ ജെറിയുടെ 36-ാമത്തെ ബർത്ത്ഡേ. ജെറി, യു ആർ സച്ച് എ ഗ്രേറ്റ് ബ്ലെസ്സിങ് മാൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. അവൻ ദൈവത്താൽ കുടുംബമായിട്ട് അവർ ഇംഗ്ലണ്ടിൽ ആയിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ. മറിയാമ്മ സാമുവൽ കൊല്ലക്കടവ് നിറച്ചിരിക്കുന്ന മകൻ എബ്രഹാമിന് 43-ാമത്തെ ബർത്ത്ഡേ ആണ്. മാത്യു എബ്രഹാം മല്ലപ്പള്ളി നിറച്ചിരിക്കുന്നത് മാത്യുവിന് റേച്ചലിന് 45-ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. അമ്പിളി പാരിപ്പള്ളി നിറച്ചിരിക്കുന്നത് 54-ാമത്തെ ബർത്ത്ഡേ ആണ്. മകൻ സജിത്തിൻ്റെ 28-ാമത്തെ ബർത്ത്ഡേ ആണ്. മിനി ട്രിവാൻഡ്രത്തുനിന്ന് അറിയിച്ചിരിക്കുന്നത്. വസന്ത ട്രിവാൻഡ്രത്ത് അറിയിച്ചിരിക്കുന്നത് മകൾ തീർത്ഥയുടെ 7-ാമത്തെ ബർത്ത്ഡേ ആണ്. ഇത് സത്യനേശൻ ബേബി അറിയിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ 90-ാമത്തെ ബർത്ത്ഡേ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഷീബ പത്തനാപുരത്ത് അറിയിക്കുന്ന മകൻ ജിനോയുടെ 16th ബർത്ത്ഡേ. സുബിതിരൂരിൽ നിറച്ചിരിക്കുന്ന മകൾ ആരാധ്യയുടെ 7-ാമത്തെ ബർത്ത്ഡേ ആണ്. ഞങ്ങൾ പേരുകൾ പറഞ്ഞാലും ഇല്ലെങ്കിലും എല്ലാവർക്കും ദൈവം ദീർഘായുസ്സും ആരോഗ്യവും നൽകട്ടെ. ഒന്നിച്ച് പ്രാർത്ഥിക്കും. കർത്താവിന്റെ ബർത്ത്ഡേ വെഡിങ് എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ സാന്നിധ്യത്തിൽ അവരെ നിറച്ച് അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യേശുവേ, അങ്ങയുടെ സമാധാനം, അങ്ങയുടെ സൗഖ്യം, അങ്ങയുടെ ജീവൻ ഓരോ വ്യക്തി
ശക്തിയിലും കൊണ്ടുവരുന്നു. യേശുവെ, അവിടുത്തെ നാമം മാത്രം ഉയരട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ഇത് ഒരു 10-20 പേർക്കെങ്കിലും ഇന്ന് തന്നെ ഇതിപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രേംകളെ സഹായിക്കുന്നതിന് നന്ദി, എല്ലാത്തിനും നന്ദി. ഓൾവേസ് റിമെമ്പർ, ഓൾ ഓഫ് us are born and created to be winners always in Jesus. എന്നും യേശുവിൽ വിജയാളികളാകുവാൻ നാം ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ചേർന്ന് പാടുമ്പോൾ